കോടമ്പുഴയിൽ വെച്ച് പണ്ട് വഹാബിനോട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. വിഷയം ഇസ്തിഗാസയായിരുന്നു. ഇയാൾ തന്നെ പറയാണ് ഇസ്തിഗാസ വിഷയത്തിൽ കോടമ്പുഴയിൽ വെച്ചിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. ആ സംവാദം നടത്തിയ ഒരാൾ വന്നിട്ട് പിന്നെ ഇസ്തിഗാസ ഇല്ല, ശരിയല്ല എന്ന് പറയോ? എന്തൊരു പൊട്ടത്തരാണ് ഈ നൗഷാദ് പറയുന്നത്. എന്തർത്ഥാണ് ഈ പറയുന്നത് എനിക്കുള്ളത്? ഇതിന്റെ ലക്ഷ്യം എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് പറ്റിപ്പോയി ഇയാൾക്ക് എന്നുള്ളത്. ഒരഭിമുഖം, ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവായ നഈമി അയാൾ ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞപ്പോ പേരോടിന്റെ മറുപടി പുതിയത് വന്ന് നിങ്ങൾ കണ്ടോ? ഈ ചങ്ങായി പറയുമ്പോൾ മനസ്സിലാക്കും, അല്ലോ എന്തോ ഒരു പുതിയത് പറഞ്ഞിട്ടുണ്ട്. നീ ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല, ഈ ചങ്ങായിക്ക് ഒന്നും അറിയില്ല അതിനെ കുറിച്ചിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ പിന്നെ എന്താ പറയാൻ? പഴയ തന്നെയാ പറഞ്ഞത്. ഇവനിക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളത് എന്നെ കുറിച്ചിട്ട്. ഇവനിക്ക് എന്താ മനസ്സിലാവാ? ഒന്നും അറിയില്ലല്ലോ. അതിലെന്താ അദ്ദേഹം പറഞ്ഞത്? തീർത്ത് പറയുന്നുണ്ട്, നബി തങ്ങൾ സഹായിക്കും, തരും എന്ന വിശ്വാസത്തിൽ തേടാൻ പാടില്ല. കണ്ടോ? തരും എന്ന വിശ്വാസത്തിൽ തേടാനേ പാടില്ല. ഈ പറഞ്ഞത് പച്ചക്കളവാണ്. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കളവാണ് പറയുന്നത്. തേടാൻ പാടില്ല എന്ന് എവിടെ പറഞ്ഞു? നിങ്ങൾ കാണിക്കണത്. പിന്നെ അയാൾ പോയി പറയുന്നത് എന്താ? ഇവിടെ ഏത് ഔലിയാക്കളായാലും ഏത് അമ്പിയാക്കളായാലും നമുക്ക് പിന്നെ അത് പറയാൻ കഴിയില്ല. പിന്നെ അതിനോട് അത്തഫ് ചെയ്യുന്നത് ഏത് ഇബിലീസായാലും ഏത് ശൈത്താനായാലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് ആ വാക്കുകളെ ഓരോന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം അയാൾ തന്നെ പറയാണ്, എനിക്കങ്ങനെ അതുഫ് ചെയ്യാൻ കഴിയില്ല. അതുഫ് പറഞ്ഞാൽ അതിനെ കൂട്ടി പറയാൻ കഴിയില്ല പറയുന്നതിനൊക്കെ. എൻ്റെ അയാൾ തന്നെ പറയുന്നുണ്ട്, അവനാണ്, ഇവനാണ്, മറ്റവനാണ്, ഷെയ്ത്താനാണ്, അതൊക്കെ പറഞ്ഞിട്ട്. ഇത് മൊയിലാരെ, ആ പറയുന്നത് ആരാ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദല്ല, സ്വന്തം വകയിൽ പറഞ്ഞതല്ല. മഹാന്മാർ മഹത്തുക്കൾ പറഞ്ഞ ഇബാറത്തുകളെ പറഞ്ഞ് അതിനർത്ഥം വെക്കാണ്. ഇജിക്ക് അതിൽ മറ്റേ അറബി അർത്ഥങ്ങൾ, അറബി ലഫ്ലുകളുടെ മാനകൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തൊലക്കാൻ വരുന്നത്? മിണ്ടാതിരുന്നൂടെ നിങ്ങൾ? എങ്കിലും ഒരു മശായിഖിന്റെ വഴിയിൽ ഒരാൾ കടക്കുകയാണെങ്കിൽ ആ ആളെപ്പോലും പോയിട്ട് പറയും പോകല്ല. പിന്നെന്ത് പറയണമെന്നാ പറയുന്നത്? ജി പോകണമെന്ന് പറയുന്നത്. നിന്നെ പോലത്തെ അടുത്തേക്ക് വന്നാൽ പിന്നെ അവനക്ക് ഈമാൻ ഉണ്ടാവോ? ആലിമീങ്ങളെ കുറ്റം പറയുന്നവർ, തങ്ങന്മാരെ ആക്ഷേപിക്കുന്നവർ, എന്നിട്ട് ഞങ്ങൾ വലിയ സുന്നിതമാത്ത് പറയുന്നവർ കള്ളതൊരീകത്താണെന്നുള്ളത് ഇജ്ജി തന്നെയല്ലേ കുറേ വർഷങ്ങൾ മുമ്പ് പറഞ്ഞ് പ്രസംഗിച്ചു പോയത്. ഇപ്പം അതിനെ കിട്ടാൻ പറയും അത് മുമ്പല്ലേ, അപ്പോൾ മുമ്പെന്ത് കിതാബ് കണ്ടിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ ആ മുമ്പ് കിതാബ് കണ്ടിട്ട് പറയാത്ത നിങ്ങൾ ഇപ്പോൾ പറയുന്ന കിതാബ് നോക്കിയിട്ടല്ല അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നന്നാകാൻ നോക്കണം, ആളുകൾ കബളിപ്പിക്കാൻ നോക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളരികിലേക്ക് വരണ്ടെന്നല്ലാതെ പോകണമെന്ന് ഒരാളും പറയില്ലല്ലോ. നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ പച്ചത്തെറികളല്ലേ പറയുന്നത്, ആലിമീങ്ങൾ കുറ്റം തന്നെയാണ് പറയുന്നത്. നമുക്ക് എല്ലാ വിഷയങ്ങളും പരിഹാരമാക്കാൻ പറ്റുന്ന, നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയിലുള്ള മശായിഖിനെ കിട്ടാൻ എല്ലാവരും തേടും. അത് ശരിയാണ്. എല്ലാവരും മശായിഖിനരികിലേക്ക് എത്തിപ്പെടാനും അവിടെ പോയിട്ട് ആത്മീയത ചൈതന്യം നേടാനൊക്കെ എല്ലാവരും തേടും, എല്ലാവരും പോകും, അവരെ അന്വേഷിക്കും, അതിനെക്കുറിച്ച് പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പഠിച്ചിട്ട് തേടിയപ്പോഴാ തീരുന്നത് നിങ്ങൾ ശരിയില്ല എന്നുള്ളത്. അവിടെയല്ലേ പ്രശ്നമുള്ളത്. നിങ്ങളരികിലേക്ക് വന്നാൽ നിങ്ങൾ അതിനല്ലേ ആളുകൾ കൂട്ടാൻ നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആൾ കുറവായത് കൊണ്ടാണ് നിങ്ങളെ പ്രശ്നം. എങ്ങനെങ്കിലും ആളുകളൊന്നും കൂട്ടിയിട്ട് നമ്മളൊന്നും വലുത്, നമ്മൾ ഭയങ്കരമാണ് നിങ്ങൾക്ക് എന്താവണം, ആളുകൾ മുമ്പിൽ പറയണം. അതിനല്ലേ നിങ്ങൾ ക്ഷമിക്കുന്നത്? ഇപ്പോൾ ഒന്ന് മിണ്ടാതിരുന്ന് പോടെ. അവിടെ എത്തിപ്പെട്ട എല്ലാവരും എൻ്റെ ആളുകളും ആവും. അപ്പൊ അങ്ങനെ ആളുകളായി പോയാൽ നമ്മളെ സംഘടനക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ ആളുണ്ടാവൂല. ഇതാ ഇവിടുത്തെ പ്രശ്നം. ഓഹോ, വല്ലാത്തൊരു ഇജ്തിഹാദിന്റെ കഴിവ് തന്നെ, പേരോട് ഉസ്താദിന് അവിടുത്തെ സംഘടനക്കും സ്ഥാപനത്തിനൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ ആൾ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആൾ കുറയുമെന്ന് പേടിയത്ര. ഒന്നുമില്ലാത്ത അവിടെ നിന്നോടോ ഇതൊക്കെ വളർത്തിയെടുത്തത്? ആരാരില്ലാത്തപ്പോൾ ഒറ്റക്ക് വന്നിട്ട് അവരൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. പേരോട് ഉസ്താദൊക്കെ കുറ്റ്യാടി ഇസ്രായേൽ ഇത് തുടങ്ങുന്ന ആ സമയത്തൊക്കെ വന്ന കഷ്ടപ്പാടുകളൊക്കെ നിങ്ങളൊക്കെ അറിയുന്ന വിഷയങ്ങളല്ലേ. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് എന്തിനാണ്? അപ്പോൾ ആരില്ലാത്ത സമയത്ത് വന്ന് ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇന്ന് അത് അത്രയും വലിയ സ്ഥാപനമായി മാറാനുള്ള കാരണം. അപ്പോൾ അവർക്ക് ആളുണ്ട്, അവർക്ക് ആൾ കൂട്ടാനോ കുറക്കാനോ നീ പോകണ്ട. നിൻ്റെ വിഷയം നോക്കിയാൽ മതി.
നിങ്ങൾ എന്തൊക്കെ പറയുന്നെന്നുള്ളത് നോക്കിയാൽ മതി, എന്തൊക്കെയാണ് നിൻ്റെ കൂടെയുള്ളവരൊക്കെ പ്രസംഗിക്കുന്ന നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു ലാഭമുള്ളത് സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? തെറികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റങ്ങളും കുറവുകളും എങ്ങനെയാണ് നിനക്ക് വിശ്വസിക്കുക? നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ട് നമുക്കിവിടെ? കബളിപ്പിക്കലല്ലേ നടക്കുന്നത്? എന്നിട്ട് ഇത് ഉണ്ടാക്കി തീർത്തിട്ട് ആളുകളെ മശായിഖിന്റെ അടുത്ത് പോകുന്നതിന് തടയും. അവിടെ നമ്മൾ പറഞ്ഞ് AP സമസ്തയിൽ നിന്ന് മശായിഖിന്റെ ഏത് വഴിയിലേക്ക് പോയാലും AP സമസ്തയേക്കാൾ അത് ഉചിതമായിരിക്കും. അല്ല ചങ്ങായി, ഈ സമസ്തയുടെ പ്രസിഡന്റ് ആരാ? AP സമസ്ത എന്ന് പറയുന്ന ഈ സമസ്തയുടെ പ്രസിഡന്റ് ആരാ? അന്നാക്കിയ ഉസ്താദല്ലേ? എന്നിട്ട് ഉസ്താദിനോട് വലിയ ബഹുമാനത്ര നിങ്ങൾക്ക്? ഉസ്താദുള്ളൊരു സംഘടനയെക്കുറിച്ച് അതിനേക്കാളും നല്ലത് മറ്റുള്ളവരാണ്, നിരീശ്വരവാദികളാണ്, അവരാണ്, ഇവരാണ്. അവർക്കൊക്കെ ഈമാനില്ലല്ലോ. നിരീശ്വരവാദികളടക്കം ഇവർക്ക് നല്ലവരായി മാറി. എന്നിട്ടാണ് ഇവിടെ ചിലക്കാൻ വരുന്നത് ഇവരെ. എന്താണ് ഇവരെക്കുറിച്ച് പറയേണ്ടതെന്ന് നിങ്ങളത് മനസ്സിലാക്കി നോക്ക് പ്രിയപ്പെട്ട ഉമ്മിനികൾ. എന്ത് മനസ്സിലാക്കി നോക്കി ഇവർ പറയുന്നെന്താ? സ്വന്തം ഉസ്താദടക്കം നിലകൊള്ളുന്ന സമസ്തയെക്കുറിച്ചിട്ടാണ് ഇയാൾ പറയുന്നത്. അതിനേക്കാൾ ഉചിതം മറ്റൊന്നത്രേ. അപ്പോൾ എന്താണ് ഇയാളെ കഥ എന്നെല്ലാവരും തിരിച്ചറിയുക. സ്വന്തം ഉസ്താദുള്ള സംഘടനയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി കേൾക്കേണ്ടത് ബഹുവന്യരായ പേരോട് ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ്. ഇവനിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവിധ കള്ളത്തരം ഇതിലൂടെ പൊളിഞ്ഞു പോകും. എന്താണ് പേരോട് ഉസ്താദ് അവരുകൾ പറഞ്ഞ വാക്ക്? എന്താണ് അവിടുത്തെ വാക്കിൻ്റെ ഓരോ വിവരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. കറക്റ്റായി ഓരോരുത്തരും അത് കേൾക്കേണ്ടതുമാണ്. കൊടുക്കുന്നുണ്ടായിരുന്നു അള്ളാഹ് മാത്രമാണ്. നമ്മൾ അമ്പിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നതും ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നതൊക്കെ അള്ളാഹുത്തല തരാനുള്ള നിമിത്തം, അതിന്റെ കാരണം എന്ന നിലക്കാണ്. കഅബത്തിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഹജ്ജ് ചെയ്യുന്നത് കഅബ എന്തോ തരുമെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹ് നമ്മളെ ദോഷം പുറത്തു തരുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നബിതങ്ങളെ വിളിച്ച് തേടിയാൽ നബിതങ്ങൾ തരുമെന്നല്ല നമ്മളെ വിശ്വാസം. തരുന്നവൻ അള്ളാഹുവാൻ. നബിതങ്ങൾ ഒരു നിമിത്തമാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. വിളിക്കലൊരു നിമിത്തമാണ്, നബിതങ്ങൾ പോകലൊരു നിമിത്തമാണ്, റസൂലുള്ളാഹിയുടെ സ്വലാത്തിയല്ലൊരു നിമിത്തമാണ്, ഖുർആനോദൽ നിമിത്തമാണ്, സദഖയ്യൽ നിമിത്തമാണ്. അള്ളാഹു നിങ്ങൾ നന്മ കിട്ടാൻ ഒരുപാട് നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. ബർക്കത്തെടുക്കൽ നിമിത്തമാണ്, കറാമത്ത് നിമിത്തമാണ്, മൗജിദത്ത് നിമിത്തമാണ്. അങ്ങനത്തെ അസ്ബാബുകളുമായി ബന്ധപ്പെടുന്നൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടാനാണ്. അല്ലാതെ കൊടുക്കുന്നവനും തരുന്നില്ല. നമ്മളും ഉനൂത്തോതില്ലേ, അതുപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിന്റെ അടുത്തല്ലേ, അള്ളാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നമ്മുടെ ഹദ്ദാദല്ലേ, ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അൽ ഖൈറു വശറു ബിമശിയത്തില്ലാ. അള്ളാഹ് ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നും തരാനും കഴിയില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. അതാണ് ഇമാം ഗസാലി ഖവാഇദുൽ അഖായിദിൽ ഹിയന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അതെ, വലബിജ്തമൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വശയാതീനു അലാ അൻ യുഹർരികു ഫിൽ ആലമി ദർറതൻ ബിദൂനി ഇറാദത്തില്ലാഹി തആല വമശിയതിഹി ലഅജസു അൻ ദാലിക. എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ ശൈത്താന്മാരും എല്ലാ ഇബ്ലീസും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഈ പ്രപഞ്ചത്തിൽ സംഘത്തിൽ കൂട്ടുന്നത് നോക്ക് നിങ്ങൾ. ഈ ചങ്ങാതി നോക്കണം, ഇവിടെ പേരോട് ഉസ്താദിനെ ഇകഴ്ത്താൻ വേണ്ടി അയാൾ സ്വീകരിക്കുന്ന ഓരോ മാധ്യമങ്ങൾ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ഇവിടുന്ന് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ആ BKF-ന്റെ അഭിമുഖത്തിൽ ഇയാളെന്താ ഈ നൗഷാദിനെ വരുത്തി തീർക്കുന്ന സമൂഹത്തിന് മുമ്പിൽ ഉസ്താദിൻ്റെ വില കളയാൻ വേണ്ടിയും ബഹുമാനം കുറക്കാൻ വേണ്ടിയും ഇതിവിടെ അമ്പിയാക്കളെ കൂടെ ഔലിയാക്കളെ കൂടെ ഷൈത്താനെ ചേർത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കുകയാണ്. കബളൻ. എന്തിനാടോ ഇങ്ങനെയൊക്കെ എച്ചിൽ പറക്കി ജീവിക്കുന്നത്? നല്ലത് പറഞ്ഞ് സമൂഹത്തിന് പഠിപ്പിച്ചുകൂടെ? അള്ളാഹു ഈ ഷർറിൽ നിന്ന് കാക്കുമാറാവട്ടെ.